നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിന്റെ മല്ലൂർ മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഈ വീഡിയോ നമ്മുടെ ക്യാപ്ഷനിൽ പറഞ്ഞതുപോലെ സെപ്റ്റംബറിൽ നമ്മുടെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഭാവി എന്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളെ ഗ്രേറ്റ് ഈഗിൾ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. സോ നമ്മുടെ കഴിഞ്ഞ മാസം, അതായത് ഈ ഓഗസ്റ്റ് മാസം കഴിഞ്ഞു കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഓഗസ്റ്റ് 1 തൊട്ട് ഏകദേശം പറഞ്ഞ ഓഗസ്റ്റ് 30 വരെ സംഭവ ബഹുലമായ കുറെ കാര്യങ്ങൾ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് ജപ്പാന്റെ ബോണ്ടിന്റെ ഇഷ്യൂ, ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ഇഷ്യൂ, അമേരിക്കയുടെ ഡേറ്റയുടെ നമ്മുടെ ഓഗസ്റ്റിന്റെ ഫസ്റ്റ് ഹാഫിൽ വന്ന അമേരിക്ക ഡേറ്റയൊക്കെ വളരെ മോശമായിരുന്നു. പക്ഷെ അതിനുശേഷം വന്നിട്ടുള്ള ഡേറ്റകളൊക്കെ വളരെ പോസിറ്റീവ് ആയിരുന്നു. സ്വാഭാവികമായിട്ടും അമേരിക്ക മാർക്കറ്റിലെ ഫെഡറൽ റിസർവിന്റെ ചെയർമാനായ ജെറോം പൗൽ പറഞ്ഞു, എന്താണ്, നമ്മൾ റേറ്റ് കട്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് കൊണ്ട് അവസാനിപ്പിച്ച വളരെ സംഭവ ബഹുലമായ കുറെ സംഭവങ്ങൾ നടന്ന മന്തായിരുന്നു ഈ ഓഗസ്റ്റ് മന്ത് എന്ന് പറയുമ്പോൾ യൂഷ്വലി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വോളറ്റിലിറ്റി ഉണ്ടായിരുന്ന മന്താണ്. പക്ഷെ ഇത്തവണ ആ വോളറ്റിലിറ്റി വളരെയധികം ഡ്രാസ്റ്റിക് ആയിട്ട് അങ്ങ് കുറഞ്ഞു. ആദ്യത്തെ ഫസ്റ്റ് വീക്കിലും അവസാനത്തെ ഒരു 5 ഡേയ്സിലും കിട്ടിയ വോളറ്റിലിറ്റി നിഫ്റ്റിയിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ കൂടി ആ ഒരു മൂവ്മെന്റ് തുടങ്ങി. നിഫ്റ്റി തുടങ്ങിയ സമയം നമ്മൾ നോക്കുന്ന സമയത്ത് നിഫ്റ്റി ഏകദേശം ഈ ഓഗസ്റ്റ് മാസം 1 കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 1 നിഫ്റ്റി എവിടെയാണ് ക്ലോസ് ചെയ്തത്? നിഫ്റ്റി 24,985, അതായത് 25,135 എന്ന് പറഞ്ഞ ഹൈ ഉണ്ടായി, പുതിയൊരു ഹൈ വന്നതിന് ശേഷം അതിനുശേഷം കടപടാന്ന് ഇറങ്ങി 3 ദിവസം കൊണ്ട്, ഏകദേശം പറയുകയാണെങ്കിൽ നിഫ്റ്റി 1, 2, 3 ദിവസം കൊണ്ട് ആശാൻ എന്ത് ചെയ്തു? 23,925 വരെ വന്നു. കൃത്യം 3 ദിവസം കൊണ്ട് ആശാൻ എന്ത് പറ്റി? 25,132 നിന്നും 23,925 വരെ ലോവും വന്നു ആശാൻ. അവിടെ നിന്ന് തിരിച്ചു കയറി നമ്മുടെ ഈ 30 ഓഗസ്റ്റിൽ അവസാനിച്ച സമയത്ത് 25,280 ലോ വന്നു, 25,399 ഹൈ, അതായത് 400 ഒരു റണ്ണ് അകലെ വച്ച് ഔട്ടായിട്ട് 25,376.9 നമ്മുടെ നിഫ്റ്റി ക്ലോസ് ചെയ്തു. നിഫ്റ്റി അതേപോലെ ആയിരുന്നു ബാങ്ക് നിഫ്റ്റി. പക്ഷെ ബാങ്ക് നിഫ്റ്റിയെ പോലെ ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ 1 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 52,080 ആയിരുന്നു നമ്മളെ ഹൈ. നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഏകദേശം ക്ലോസ് ചെയ്തിരിക്കുന്നത് 51,663 ഭാഗത്താണ് അവൻ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ ഈ ഒരു ഹൈക്ക് മുകളിൽ അവൻ പോയിട്ടില്ല. നിങ്ങൾ നിഫ്റ്റി നോക്കുന്ന സമയത്ത് നിഫ്റ്റി ആ ഹൈക്ക് മുകളിൽ അവൻ കൃത്യമായിട്ട് ഒരു ബ്രേക്ക് തന്നു, നല്ല കിഡില മൂവ്മെന്റ് തന്നു, ക്ലോസ് ചെയ്യുകയും ചെയ്തു. സോ നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്പ് മന്തായിരുന്നു നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിലെ തിയറി പ്രകാരവും. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നോർമൽ മന്ത് ആയിരുന്നു. ഒരു മാർക്കറ്റ് നോർമൽ മന്തിലാണ് ബാങ്ക് നിഫ്റ്റി അവസാനിച്ചത്. സോ ബാങ്ക് നിഫ്റ്റി നോർമൽ മന്തും ആയിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി നോക്കുമ്പോൾ നോർമൽ വേരിയേഷൻ അപ്പും ആയിരുന്നു നിഫ്റ്റി സംബന്ധിച്ച്. സോ മാർക്കറ്റ് പ്രൊഫൈൽ നിങ്ങൾ നോക്കുന്ന സമയം നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് നോക്കുന്ന സമയത്ത് നിഫ്റ്റിയുടെ ലോങ് ഇലോങ്ങേറ്റഡ് പ്രൊഫൈലാണ്. നിഫ്റ്റിയിൽ കുറച്ച് സിംഗിൾ പ്രിന്റ് ഉണ്ടെങ്കിൽ കൂടി നിഫ്റ്റി ഒരു ലോങ് ഇലോങ്ങേറ്റഡ് പ്രൊഫൈലാണ്. നമ്മുടെ മന്ത്ലി പി ഒ സി നിൽക്കുന്നത് 24,330 ഭാഗത്താണ് നമ്മളെ മന്ത്ലി പി ഒ സി ഇപ്പോഴും നിൽക്കുന്നത്. അതായത് മന്ത്ലി പി ഒ സിക്ക് മുകളിലോട്ട് എമർജ് ചെയ്യാനുള്ള വോളിയം ഉണ്ടായിട്ടില്ല. മാർക്കറ്റ് കയറി പോകുന്നത് കൊണ്ട് വോളിയം മന്ത്ലിയിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് 24,330 ഭാഗത്താണ് നമ്മളെ നിഫ്റ്റി ക്ലോസ് ചെയ്തത്. സോ 24,810 വാല്യൂ ഏരിയ ഹൈയും വരുന്നത്. നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും 24,810 ആണ് നമ്മുടെ വാല്യൂ ഏരിയ ഹൈ വരുന്നത്. അതേപോലെ നിങ്ങൾ ഈ ലെഫ്റ്റിൽ ഇവിടെ നോക്കിയാൽ മതി, അറിയാൻ പറ്റും 23,955 ആണ് വാല്യൂ ഏരിയ ലോയും വരുന്നത്. അപ്പൊ നമ്മുടെ പി ഒ സി വന്നിരിക്കുന്നത്, ഈ ഓഗസ്റ്റ് മന്തിലെ പി ഒ സി വന്നിരിക്കുന്നത് 24,330 ഭാഗത്തും, വാല്യൂ ഏരിയ ഹൈ വന്നിരിക്കുന്നത് 24,810, വാല്യൂ ഏരിയ ലോ വന്നിരിക്കുന്നത് 23,955 ആണ്. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ഓർത്തോളുക, നിഫ്റ്റിയുടെ വോളിയം, ലാർജസ്റ്റ് വോളിയം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് 24,330 ഭാഗത്താണ്. നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,376 ഭാഗത്താണ്. സോ നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ്.
നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ജൂലൈ മാസത്തെ ഹൈക്ക് മുകളിലാണ് നമ്മൾ ക്ലോസ് ചെയ്ക്കുന്നത്. അതൊരു പോസിറ്റീവായ ഒരു സൈൻ ആണ്. മാർക്കറ്റ് പ്രൊഫൈൽ വെച്ച് നോക്കുമ്പോൾ ദാറ്റ്സ് എ പോസിറ്റീവ് സൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 25,333 എന്ന് പറഞ്ഞ വി വാപ്പിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ മന്തിൽ 25,700 വരെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓർത്തോളുക, നിഫ്റ്റി 25,333 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 25,700 എന്ന് പറഞ്ഞ 1SD ബാൻഡിന്റെ ഭാഗത്തേക്ക് മന്ത്ലി വ്യൂവിലേക്ക് ചാൻസ് ഉണ്ട്. 25,700 25,700 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 26,067 എന്ന് പറഞ്ഞ ലെവലിലേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഓർത്തോളുക, നമ്മളെ സംബന്ധിച്ച് 25,333 എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടന്റ് മാർക്കുണ്ട്. 25,333 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 25,700 അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 26,067 എന്ന് പറഞ്ഞ ലെവലിലേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് നമ്മൾ സെപ്റ്റംബറിന്റെ ഭാവി എന്തെന്ന് പറഞ്ഞതിനുള്ള ആൻസർ ആണ്. സെപ്റ്റംബറിലെ ഭാവി. ഇനി താഴേക്ക്, ഇനി നമ്മൾ അപ്പർ സൈഡ് നമ്മൾ നോക്കിയ സ്ഥിതിക്ക് ഇനി താഴേക്ക് നോക്കണം. അതായത് 25,333 താഴെ നിൽക്കുന്നിടത്തോളം കാലം നിഫ്റ്റിയെ സംബന്ധിച്ച് 25,967 24,967 താഴെ നിൽക്കുന്നിടത്തോളം കാലം 24,600 എന്ന് പറഞ്ഞ ഭാഗവും ടെസ്റ്റ് ചെയ്യാം. സോ ഓർത്തോളുക, 25,333 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 24,700 ഭാഗത്തേക്കും അതിന് മുകളിൽ നിൽക്കുമ്പോൾ 26,067 ഭാഗത്തേക്കും പോകുവാനും, ഇനി താഴേക്ക് വരുന്നുണ്ടെങ്കിൽ 25,330 താഴെ നിൽക്കുന്ന കാലം 24,967 അതിന് താഴെ നിൽക്കുന്നിടത്തോളം കാലം 24,600 വരാൻ ചാൻസ് കൊടുക്കുന്നത്. ഈ 24,600 പൊട്ടുകയാണെങ്കിൽ മാത്രമേ നിഫ്റ്റിയിൽ ഒരു സെൽ ഓഫിനുള്ള ചാൻസ് വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ POC ടെസ്റ്റ് ചെയ്യും. അറിയാലോ, നമുക്ക് ലാർജസ്റ്റ് വോളിയം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം ഈ ഭാഗമാണ്. സോ താഴേക്ക് വരണമെങ്കിൽ 24,600 എന്ന് പറഞ്ഞ ഭാഗം പൊട്ടിയാൽ മാത്രമേ താഴേക്ക് സെൽ ഓഫ് വരാളൂ. അങ്ങനെയാണെങ്കിൽ 24,600 ഈ 330 എന്ന് പറഞ്ഞാൽ ഈ POC ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ നിഫ്റ്റിയുടെ സ്ട്രക്ചർ വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് നിഫ്റ്റി ഒരു അപ്പർ സ്ട്രക്ചറിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. തലേ ദിവസത്തെ, അതായത് കഴിഞ്ഞ മാസത്തെ POCയും കട്ട് ചെയ്തു. 24,345 കഴിഞ്ഞ മാസത്തെ ജൂലൈ മാസത്തെ POCയും 24,330 ഓഗസ്റ്റ് മാസത്തെ POC. സോ ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് വോളിയം കൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന 24,330 ഭാഗത്താണ്. ഒരു ലോങ്ങർ വ്യൂ നിങ്ങൾ നോക്കുക, ഒരു മിഡ് വ്യൂവിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 24,330 പൊട്ടി ക്ലോസ് ചെയ്യണമെങ്കിൽ മാത്രമേ മാർക്കറ്റ് ഒരു ബേറിഷ്, അതായത് താഴേക്ക് വരാനുള്ള ചാൻസ് മാർക്കറ്റിന് കൂടുതലായിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം മാർക്കറ്റ് പുതിയ ഹൈ കട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. ഇതൊരു ഷോർട്ട് മിഡ് ഡേ പിന്നിലേക്ക് ഒരു മിഡ് ടേം വ്യൂവിലാണ് ഞാൻ പറയുന്നത്. സോ ഓർത്തോളൂ, നമ്മളെ പോസിറ്റീവ് വളരെയധികം ക്ലോസ് ആണ് നിഫ്റ്റിയുടെ പോസിറ്റീവ് ക്ലോസിംഗ്. സോ 25,333 ആയിരിക്കും നമ്മളെ സംബന്ധിച്ചുള്ള ഇമ്പോർട്ടന്റ് പാരാമീറ്റർ. അതിന് മുകളിൽ 25,700 26,076 ഇനി 25,333 എന്ന് പറഞ്ഞ ആ ലെവൽ പൊട്ടുകയാണെങ്കിൽ 24,967 അതിന് താഴെ 24,600 വരെയുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇത് എന്റെ ഈ വരാൻ പോകുന്ന സെപ്റ്റംബർ മാസത്തിന്റെ ഓവറോൾ വ്യൂ ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ഡെയിലി വെച്ച് കാൽക്കുലേറ്റ് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടില്ല. അത് സെപ്റ്റംബറിന്റെ ഓവറോൾ വ്യൂ ആണ്. ആ നിങ്ങളെ മനസ്സിൽ ഒരു മാർക്ക് ചെയ്ത് വെക്കുക. ചാർട്ടിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ഇനി അടുത്ത് നോക്കേണ്ടത്, ഇനി ഞാൻ ബാങ്ക് നിഫ്റ്റി പറഞ്ഞ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കി അറിയാം 52,600 ആയിരുന്നു, 52,080 ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ ഹൈ ഓഗസ്റ്റ് മാസം 1 തീയതിയുള്ള. ആ ഹൈ ബ്രേക്ക് ചെയ്ത് അവന് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ബാങ്ക് നിഫ്റ്റിയിൽ വോളിയം ഇല്ലായിരുന്നു. ബാങ്ക് നിഫ്റ്റി സത്യം പറഞ്ഞാൽ ഇറിറ്റേറ്റിംഗ് ആയിരുന്നു ട്രേഡ് ചെയ്യാൻ വേണ്ടി. ഈ മാസം എനിക്ക് ബാങ്ക് നിഫ്റ്റിയിൽ വലിയ ട്രേഡ് ഒന്നും കിട്ടിയിട്ടില്ല. നിഫ്റ്റിയിൽ മാത്രമേ ട്രേഡ് കൂടുതൽ കിട്ടിയിട്ടുള്ളൂ. ബാങ്ക് നിഫ്റ്റിയിലെ ട്രേഡ്സ് വളരെയധികം കുറവായിരുന്നു. ആ ഈ ഒരു ദിവസം വന്ന 5th മൺഡേക്ക് വന്നതും പിറ്റേ ദിവസം വന്നല്ലാതെ പിന്നെ അങ്ങോട്ട് ട്രേഡിംഗ് ഒന്നും വളരെ രീതിയിൽ കിട്ടിയില്ല. കുറെ FIകൾ ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. 49,960 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം, ബാങ്ക് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം ബാങ്ക് നിഫ്റ്റി നോർമൽ ആയിരുന്നു. ഒരു നോർമൽ ഇതായിരുന്നു. ബാങ്ക് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നോർമൽ ആയിരുന്നു. അതിന്റെ POC വന്നിരിക്കുന്നത് 50,620 ഭാഗത്താണ് POC നിൽക്കുന്നത്. അപ്പൊ ഓർത്തുകൊള്ളുക, നിഫ്റ്റിയെ പോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ലാർജസ്റ്റ് വോളിയം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന താഴത്തെ ഭാഗത്താണ്. അതായത് 50,620 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റി POC ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം ഓർത്തുകൊള്ളുക, 51,650 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ബാങ്ക് നിഫ്റ്റി യൂഷ്വലി ഈ POC ഹെൽഡ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിന് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ജൂലൈ മാസത്തെ
POC ആയ 52,600 ഭാഗത്ത് ഒരു ടെസ്റ്റ് പെൻഡിങ് ആണ്. അത് യൂഷ്വലി ബാങ്ക് നിഫ്റ്റിയുടെ പോസിറ്റീവ് മൂവ്മെന്റ് പറയുകയാണെങ്കിൽ ഈ 52,600 എന്ന് പറഞ്ഞ ഭാഗത്തേക്കുള്ള ടെസ്റ്റ് ബാങ്ക് നിഫ്റ്റി തരുന്നതാണ്. ഈ സെപ്റ്റംബറിൽ മാർക്കറ്റിൽ വലിയ ഈ 50,620 എന്ന് പറഞ്ഞ ഈ ഓഗസ്റ്റ് മാസത്തെ POC സപ്പോർട്ട് ചെയ്യുമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 52,600 എന്ന് പറഞ്ഞാൽ ജൂലൈ മന്തിന്റെ POCയുടെ ഭാഗത്തേക്ക് പോകുവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത്, അതായത് 51,650 വിവാപ്പ് വന്നിരിക്കുന്നത്. 51,650 ആങ്കേഡ് വിവാപ്പ് അല്ല, എന്താണ് ട്രെൻഡിങ് വിവാപ്പ് ആണ്. അതാണ് ഫോളോ ചെയ്യുന്നത്. കാരണം കുറച്ചുകൂടി എനിക്ക് ഈസി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ ട്രെൻഡിങ് വിവാപ്പാണ് ഫോളോ ചെയ്യുന്നത്. സോ 51,650 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 52,165 അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ഈ 52,677 വരാനുള്ള ചാൻസ് കൂടുതലാണ്. 52,677 കയറി പോവുകയാണെങ്കിൽ 53,189 ചാൻസും ബാങ്ക് നിഫ്റ്റി കൂടുതലാണ്. ഞാൻ എന്തുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഫുൾ SB ബാങ്കിന്റെ വ്യൂ പറഞ്ഞത് പറഞ്ഞാൽ കഴിഞ്ഞ മാസം ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർത്തോളുക, മൂവ് ചെയ്യാത്ത സാധനം മൂവ് ചെയ്യുമ്പോഴേ ബെനിഫിറ്റ് ഉള്ളൂ. അപ്പൊ സോ ബാങ്ക് നിഫ്റ്റി ആയിരിക്കും എന്റെ ഒരു കണക്കൂട്ടൽ വെച്ച് ഈ സെപ്റ്റംബർ മാസം ബാങ്കിന്റെ മാർക്കറ്റിനെ ഒന്ന് പിടിച്ച് കയറ്റാനോ അല്ലെങ്കിൽ പിടിച്ചിറക്കാനോ പോകുന്നത് ബാങ്ക് നിഫ്റ്റി ആയിരിക്കും. എന്റെ ഏറ്റവും വലിയൊരു തോന്നല്. ഒരു ഗട്ട് ഫീലിംഗ് ആണ്. ട്രേഡിംഗ് ഇത്രയും വർഷം 21 ഇയേഴ്സ് ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ 21 ഇയേഴ്സ് ട്രേഡ് ചെയ്ത് ഈ പ്രോപ്പ് ഡെസ്കിൽ വർക്ക് ചെയ്തത് മറ്റുള്ള കുറെ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ എന്റെ ഈ ഒരു വ്യൂ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ 52,600 അതായത് 51,655 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 52,165 അതിന് മുകളിൽ 52,677 അതിന് മുകളിൽ 53,168 ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി അടുത്ത് നോക്കേണ്ടത് 51,650 താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 51,141 അതിന് താഴെ ഈ POC ആയ 50,620 ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 50,620 പൊട്ടുകയാണെങ്കിൽ തിരിച്ച് വീണ്ടും നമ്മൾ 50,000 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. സോ ഓർത്തോളുക, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയെക്കാട്ടിയും കൂടുതൽ മൂവ്മെന്റ് കഴിഞ്ഞ മാസം തരാത്തത് കൊണ്ട് നിഫ്റ്റി തിരിച്ചു കയറി പഴയ ഹൈ ബ്രേക്ക് ചെയ്ത് പുതിയ ഹൈ ഉണ്ടാക്കി. പക്ഷെ ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും ജൂലൈ മാസം നമ്മൾ ക്രിയേറ്റ് ചെയ്ത പുതിയ ഹൈക്ക് മുകളിൽ അവൻ നിന്നിട്ടില്ല. സോ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 50,620 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ POC ആയ 52,600 എന്ന POC ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ 53,189 അല്ലെങ്കിൽ ഈ ഒരു ഹൈയും കൂടെ അവൻ ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായി. ഇത് താഴോട്ട് വരികയാണെങ്കിൽ നിഫ്റ്റി ആയിരിക്കും കൂടുതൽ താഴോട്ട് വരാൻ ചാൻസ്. ബാങ്ക് നിഫ്റ്റി ആൾറെഡി മൂവ്മെന്റ് തരാത്തതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് 50,000 വരെ എത്താനുള്ള ചാൻസ് മാക്സിമം ഞാൻ കാണുന്നുള്ളൂ. ഈ 50,000 പൊട്ടി വലിയ സെല്ലിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റ് താഴേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കുള്ളൂ. അപ്പൊ ഇതാണ് എന്റെ ഒരു വ്യൂ. ഇനി നമുക്ക് നോക്കേണ്ടത്, നിങ്ങൾക്ക് റിലയൻസിന്റെയും HDFC ബാങ്കിന്റെയും കൂടെ വ്യൂ കൂടെ ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ റിലയൻസിന്റെയും HDFCന്റെയും വ്യൂ കൂടെ നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ റിലയൻസിന്റെയും HDFCന്റെയും കൂടെ മന്ത്ലി വ്യൂ കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അറിയാൻ പറ്റും. റിലയൻസ് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഉദ്ദേശിച്ചാൽ, റിലയൻസിന് ഇപ്പൊ ഒരു 1:1 ഒരു ബോണസ് അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു റിലയൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റിലയൻസും കൂടെ കിട്ടും. സോ യൂഷ്വലി ഈ ബോണസ് മാർക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഒരു എന്തുവാണ്, ഒരു വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. റിലയൻസിനെ സംബന്ധിച്ച് ഒരു ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ പ്രൊഫൈലാണ് റിലയൻസ് വന്നിരിക്കുന്നത് ഈ ഒരു മന്ത് വന്നിരിക്കുന്നത്. സോ റിലയൻസിന്റെ POC ആയ 3,002 എന്ന് പറഞ്ഞ POC, അതായത് ഈ മന്ത് ഓഗസ്റ്റ് മാസത്തെ POC എന്ന് പറഞ്ഞാൽ 3,000 അതിന് മുകളിലാണ് റിലയൻസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂഷ്വലി റിലയൻസിനെ സംബന്ധിച്ച് 3,002 മുകളിൽ 3,000 മുകളിൽ റിലയൻസ് നിൽക്കുന്നിടത്തോളം കാലം 3,125 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് POC, റിലയൻസിന്റെ റിസൾട്ട് വന്ന ഇറങ്ങിയ സമയത്തുള്ള കഴിഞ്ഞ ജൂലൈ മാസ POCയുടെ ഭാഗത്തേക്ക് അവൻ പോവാനുള്ള ചാൻസ് റിലയൻസ് കൂടുതലാണ്. സോ ഓർത്തോളാം, 3,000 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 3,125 അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഹൈ 3,220 ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. റിലയൻസിനെ സംബന്ധിച്ച് 3,220 മുകളിൽ പോവുകയാണെങ്കിൽ സ്കൈ ഈസ് ഹൈ എന്ന് പറഞ്ഞ രീതിയിൽ നല്ലൊരു ലെവൽ തരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി അടുത്ത് നിങ്ങൾ നോക്കേണ്ടത് റിലയൻസ് എന്താണ്, ഇനി 3,000 പൊട്ടുകയാണെങ്കിൽ റിലയൻസ് എന്താ വീണ്ടും പഴയ പോലെ 2,984, 2,932, 2,2892 എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊഫൈലിനകത്ത് റിലയൻസ് കിടന്ന് കളിക്കാനുള്ള ചാൻസ് ആണ്. റിലയൻസിനെ സംബന്ധിച്ച് 3,000 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ POC ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ 3125 എന്ന് പറഞ്ഞാൽ ഈ POC ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ട HDFC. കാരണം HDFC റിലയൻസ് മൂവ് ചെയ്തിട്ടില്ല. കാരണം ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ളത് EMR ആണല്ലോ. EMR മൂവ് ചെയ്തിട്ട് പ്രത്യേകിച്ച് HDFC മൂവ് ചെയ്യാതെ മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യപ്പാന്നൊരു ചോദ്യമുണ്ട്. അതായത് HDFC ആണല്ലോ ഭീമൻ. കൊമ്പൻ കയറാതെ എങ്ങനെയാണ് കാട്ടാനക്കൂട്ടം മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഒരു എന്താണ് കാടിന്റെ ഒരു നാടി എന്ന് പറയുന്ന പോലെ ആ രീതിക്കാണ്. അപ്പൊ നമുക്ക് നോക്കേണ്ടത് HDFC ബാങ്ക്.
HDFC ബാങ്കിനും ഒരു എന്താണ് നമ്മുടെ ഒരു MSCI റീബാലൻസ് ഈ ആഴ്ച നടന്നിട്ടുണ്ടായിരുന്നു. ഈ വെള്ളിയാഴ്ച നടന്നു. എന്നിട്ട് HDFC ബാങ്ക് ഇറങ്ങിയിട്ട് തിരിച്ച് കയറിയാണ് ക്ലോസ് ചെയ്തത്. HDFC ബാങ്ക് പ്യൂർലി ഞാൻ പറയുകയാണെങ്കിൽ ഈ റിലയൻസ് എങ്ങനെയാണോ ബിഹേവ് ചെയ്തത് അതേപോലെയാണ്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, പ്യൂർലി റേഞ്ച് ആണ്. നമ്മുടെ ഈ HDFC ബാങ്കിനെ സംബന്ധിച്ച് 1620 ഈ POC 1632 എന്ന് പറഞ്ഞാൽ ഈ POC വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 1632 മുകളിൽ നിൽക്കുന്ന HDFC ബാങ്കിനെ സംബന്ധിച്ച് ഈ ഒരു 1690 അതിന് മുകളിൽ ഈ ഹൈയും ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് HDFC ബാങ്ക് വളരെയധികം കൂടുതലാണ്. അതായത് ഏത് ഹൈ ആണ്? ഈ ഹൈ വരെ പോകാനുള്ള ചാൻസ് കൂടുതൽ. ഇനി താഴോട്ട് വരാണെങ്കിൽ 1620 താഴെ അല്ലെങ്കിൽ 1600 താഴെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഏതാണ് ജൂൺ മാസത്തെ POC ആയ 1560 അത് പൊട്ടുകയാണെങ്കിൽ താഴേക്ക് വരാനുള്ള ചാൻസ് 1460 വരെ വരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പം HDFC ബാങ്കിനെ സംബന്ധിച്ച് ഒരു ബാലൻസ് ഹയർ ഏരിയയിൽ ഒരു സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. സോ 1530 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 1688 അതിനു മുകളിൽ ഈ പ്രൊഫൈൽ കഴിഞ്ഞ മാസത്തെ പ്രൊഫൈലായ 1664 തൊട്ട് ജൂലൈ മാസത്തെ പ്രൊഫൈലായ 1664 തൊട്ട് 1793 വരെ ഭാഗം കുറച്ച് ടെസ്റ്റിംഗ് ചെയ്യാനുള്ള അത് ഒരു എന്തുവാണ് കുറെ അനോമലീസ് ഉണ്ട്. സോ ഈ അനോമലീസ് ഫില്ല് ചെയ്യാൻ വേണ്ടി HDFC ബാങ്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതൊരു മന്ത്ലി വ്യൂ ആണ്. ഇത് വേണമെങ്കിൽ ഇവിടെ ഒരു ബാലൻസ് ചെയ്യാം, അല്ലാമെങ്കിൽ ആ ഒരു വ്യൂവിലേക്ക് പോകും. കാരണം ഈ മാസം ഒരു പ്യൂർലി ഒരു ബാലൻസ് വന്നാണ് HDFC ബാങ്ക് തന്നത്. സോ ഈ ബാലൻസ് വന്ന് തന്നതുകൊണ്ട് ഒരു ഇൻബാലൻസ് മൂവിലേക്ക് HDFC ബാങ്കിന് ചാൻസ് കൂടുതലാണ്. ഒന്നുകിൽ അവ എന്ത് പറ്റും 1560 വരാം, അല്ല എങ്കിൽ തിരിച്ച് ഈ 1793 പറഞ്ഞ ഇത്രയും ഭാഗങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഞങ്ങളുടെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഡീഷൻ ചെയ്യണം, എന്തെങ്കിലും മിഡ് ക്യാപ്പിന്റെയോ അല്ലെങ്കിൽ ഫിൻനിഫ്റ്റിയുടെ ഒക്കെ ഒരു എന്താണ് പ്രൊഫൈലുകൾ അനലിസും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി നമ്മുടെ ഫസ്റ്റ് കാണിച്ച തമ്പനയിൽ കൊടുത്തേക്കുന്ന വ്യൂവിലേക്ക് മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ ഞങ്ങളത് ഇട്ടിരുന്നതാണ്. പിന്നെ ഞങ്ങൾ പുതിയ നമ്മുടെ സെപ്റ്റംബറിൽ ട്രേഡ് ലൈവ് വിത്ത് മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ എന്ന് പറഞ്ഞതിനെ കുറിച്ചുള്ള പുതിയ ബാച്ച് തുടങ്ങുകയാണ്. അപ്പൊ ആ ബാച്ചിനെ കുറിച്ച് വിവരങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ ദയവായി ആ നമ്പറിൽ കൊടുക്കുക. നിങ്ങൾ ഫുൾ ടൈം, അതായത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് 3 തരം കോഴ്സ് ഉണ്ട്. ഒന്ന് ഫുൾ ടൈം ട്രേഡർക്ക് വേണ്ടിയുള്ള പ്രൊഫഷണൽ കോഴ്സും അത് എങ്ങനെ പ്രൊഫഷണലായി നമുക്ക് ട്രേഡ് ചെയ്യാവുന്ന രീതിയിലേക്ക് വയ്ക്കുന്നതും. സെക്കൻഡ് വർക്കിംഗ് ക്ലാസ്സിന് വേണ്ടിയുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. വർക്കിംഗ് ക്ലാസ് എന്താണ്? വർക്കിംഗ് ക്ലാസ്സുകൾക്ക് അവരുടെ സമയത്തനുസരിച്ച് നമുക്ക് ഏതൊക്കെ ട്രേഡ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം മാറ്റി വെച്ചുകൊണ്ട് എന്തൊക്കെ ട്രേഡ് എടുക്കാം എന്ന് പറഞ്ഞുള്ള വർക്കിംഗ് പ്രൊഫഷണൽ വേണ്ടിയുള്ള ട്രേഡ് സെറ്റപ്പ് നമുക്കുണ്ട്. പിന്നെ നോർമലി മാർക്കറ്റ് പ്രൊഫൈലും ഓർഡർ ഫ്ലോയും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു കോഴ്സ്. അങ്ങനെയാണ് നമ്മുടെ 3 കോഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ആ വീഡിയോ കാണുക, നമ്മുടെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കലും നല്ലൊരു ഞായറാഴ്ച നേർന്നുകൊണ്ട് ഈ വീഡിയോ ഞാൻ സൈൻ ഓഫ് ചെയ്തു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.